നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്ത വിദ്യാർത്ഥികൾ. സമൂഹവും ഭരണ സംവിധാനവും ഒറ്റക്കെട്ടായി പുതുതലമുറയെ ലഹരിയിൽ നിന്നും സംരക്ഷിക്കണമെന്ന് PP ചിത്തരഞ്ജൻ MLA. ശക്തമായ കാറ്റിലും പേമാരിയിലും വ്യാപക നാശനഷ്ടം. തലവടിയിൽ മരം വീണ് വീടുകൾ തകർന്നു. രണ്ടാം കൃഷിക്കുള്ള നെൽവിത്ത് കർഷകർക്ക് വിതരണം ചെയ്യാൻ കൃഷിവകുപ്പ് തയ്യാറാകണമെന്ന് കോൺഗ്രസ് കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം കാട്ടൂർ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. സമൂഹവും ഭരണ സംവിധാനവും ഒറ്റക്കെട്ടായി പുതുതലമുറയെ ലഹരിയിൽ നിന്നും സംരക്ഷിക്കണമെന്ന് MLA പറഞ്ഞു. ലഹരിക്കെതിരെ നിരന്തര ബോധവൽക്കരണവും തുടർ പ്രവർത്തനങ്ങളും സർക്കാർ ജനങ്ങൾക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് MLA പറഞ്ഞു. വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്നും സംരക്ഷിക്കുവാനും മാറ്റി ചിന്തിപ്പിക്കുവാനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യാതിഥിയായിരുന്ന മുൻ DGP ഋഷിരാജ് സിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. കുട്ടികൾ തങ്ങൾക്ക് അഭിരുചിയുള്ള കലാകായിക മേഖലകളിലോ വിനോദ പ്രവർത്തനങ്ങളിലോ സമയം ചെലവഴിച്ചാൽ ലഹരിയുടെ വഴി തേടിപ്പോകില്ല എന്ന് ഋഷിരാജ് സിംഗ് പറഞ്ഞു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷനായി. ജില്ലാ ഭരണകൂടം, ജില്ലാ സാമൂഹ്യനീതി ഓഫീസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, എക്സൈസ് വകുപ്പ് എന്നിവർ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്ത് കുട്ടനാട്ടിലെ വിദ്യാർത്ഥികൾ. വിവിധ സ്കൂളുകളിൽ നടന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ശ്രദ്ധേയം. ലഹരി വിരുദ്ധ സന്ദേശ ഫ്ലാഷ് മോബ്, സുംബ ഡാൻസ്, കൊളാഷ് നിർമ്മാണം, ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ അരങ്ങേറി. ചേന്നങ്കരി ദേവമാതാ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനാചരണം നെടുമുടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്മിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. നമുക്കറിയാം, നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ സമൂഹത്തെ ഒക്കെ കാർന്നു നിന്ന ഒരു വലിയ വിപത്തായി മാറിയിരിക്കുകയാണ് ലഹരി. ലഹരിയുടെ വിവിധ രൂപങ്ങളിൽ മിഠായിയും മറ്റ് വിവിധ രൂപങ്ങളിലാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഈ ലഹരി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നമ്മുടെ വിദ്യാർത്ഥികളായി നമുക്ക് അതിനെതിരെ പോരാടേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ്. അതിനെതിരായി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോരാടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ബംഗ്ലാവ് പറമ്പിൽ അധ്യക്ഷനായിരുന്നു. കുട്ടികൾ കേരള ഭൂപടത്തിൽ കൈമുദ്ര ചാർത്തി ദിനാചരണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പ്രധാനാധ്യാപകൻ ജോസഫ് ചാക്കോ, ദീപ ജോസഫ്, ലീഡ ജോസഫ്, മിനു സേവ്യർ, സനിത മോൾസ് കറിയ, തോമസ് പോൾ, ആൻഡോ മേപ്പുറത്ത്, സ്റ്റിനിയ മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം ഈ ആശയം പകർത്തുന്നതിന് ഞാൻ വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. മിത്രക്കരി സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുട്ടനാട് സിവിൽ എക്സൈസ് ഓഫീസർ TD ദീപു ക്ലാസ് നയിച്ചു. പിന്നെ എനിക്കിത് വേണ്ട പറയാനുള്ള ഒരു ആർജവും അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ എന്താണ് 10ാം ക്ലാസ് വരെ അവർ ഓക്കെയായിരുന്നു. +1 ഇതേപോലെ ആരോ കൂടി ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ആ ഒരു 1.5 വർഷം കൊണ്ട് അവൻ്റെ ജീവിതം ഇല്ലാതായി എന്ന് തന്നെ പറയാം. കാര്യം
ആ ഫസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി പോകും. അവരെ ആ കളിയില്ലാതായെന്ന് പറഞ്ഞാൽ അവൻ കേരള ടീമിൽ കളിക്കപ്പെടുന്നതാണ്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലീന സെബാസ്റ്റ്യൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുട്ടികൾക്കായി ലഹരി വിരുദ്ധ പോസ്റ്റർ രചനാ മത്സരങ്ങളും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ശക്തമായ കാറ്റിലും പേമാരിയിലും തലവടിയിൽ വീടുകൾ തകർന്നു. തലവടി പഞ്ചായത്ത് 8-ാം വാർഡ് വലിയതറ ഉത്തമൻ, പാലത്തിങ്കൽ സന്തോഷ് എന്നിവരുടെ വീടുകളാണ് തകർന്നത്. ശക്തമായ കാറ്റിൽ ഉത്തമന്റെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി പറന്നുപോയി. ഉത്തമൻ, ഭാര്യ സാജിനി, മക്കളായ ഉമേഷ്, അനഘ, മരുമകൾ സരിത എന്നിവർ ഈ സമയം വീട്ടിലുണ്ടായിരുന്നു. രാവിലെ 4 മണിയായപ്പോൾ ഒരു കാറ്റടിച്ച്, ചെറുതായിട്ടൊരു കാറ്റടിച്ച്. അത് കഴിഞ്ഞ് ഒരു 4:15 ഭയങ്കര കാറ്റും മഴയായിട്ട് വന്നു. ഞങ്ങളും 4-5 പേരും പെരയ്ക്കകത്തിരിക്കുമായിരുന്നു. 2 മുറിയേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇരിക്കുമായിരുന്നു. അതിനകത്തുനിന്ന് ഷീറ്റ് പറക്കുന്ന കണ്ടുകൊണ്ട് പിള്ളേർ പറഞ്ഞു, അമ്മ ഇറങ്ങിക്കോ, കാറ്റ് കടുക്കുവാന്ന് പറഞ്ഞു. ഞങ്ങൾ ഓടി ഇറങ്ങി. കൊച്ചിൻ്റെ മേത്ത് വീഴേണ്ടതായിരുന്നു. ഷീറ്റ് പറന്ന് മൊത്തം ഷീറ്റും പറന്ന് താഴെ വീണു. ഞങ്ങൾ അപ്പുറത്തെ പെരയുടെ സൈഡിൽ പോയി. പിന്നെ അപ്പുറം ആരും ഇല്ലായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ അവർ വീട് കൂട്ടിയിട്ടേക്കുമായിരുന്നു. സന്തോഷിന്റെ വീടിന്റെ മുകളിലേക്ക് മരം കടപുഴകി വീണാണ് തകരാർ സംഭവിച്ചത്. പ്രദേശത്ത് നിരവധി മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട്. വൈദ്യുതി ബന്ധവും നിലച്ചിരുന്നു. ഇക്കുറി 3-ാം തവണയാണ് തലവടിയിൽ നാശം നേരിടുന്നത്. നാശനഷ്ടം നേരിട്ട സ്ഥലങ്ങളിൽ ജനപ്രതിനിധികൾ സന്ദർശനം നടത്തി. ശക്തിയായ കാറ്റിലും മഴയിലും മരം വീണ് ചങ്ങനാശ്ശേരി പനച്ചിക്കാട് പഞ്ചായത്തിലും വീട് തകർന്നു. പാത്താമുട്ടം മാളികക്കരോട്ട് പരേതനായ ജോസിന്റെ വീടിനാണ് നാശം നേരിട്ടത്. ബുധനാഴ്ച ഉച്ചയോടെ ഉണ്ടായ കാറ്റിൽ മരം കടപുഴകി വീഴുകയായിരുന്നു. ഓടും ആസ്ബറ്റോസ് ഷീറ്റുമിട്ട വീടിന് മുകളിലാണ് മരം വീണത്. രാജുവിന്റെ 85 വയസ്സ് പ്രായമുള്ള മാതാവും ഭാര്യയും മകനും വീട്ടിലുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല. വീടിന്റെ മേൽക്കൂര തകർന്നു. മരം മുറിച്ചു നീക്കുമ്പോൾ ബാക്കി കൂടി താഴെ വീഴുമോ എന്ന ആശങ്കയിലാണ് കുടുംബം. ആലപ്പുഴ തീരദേശ ഹൈവേയിൽ വാടപ്പൊഴി കലുങ്കിന്റെയും കൽക്കെട്ടിന്റെയും നിർമ്മാണം പൂർത്തിയായി. പാലവും റോഡും വൈകാതെ നാടിന് സമർപ്പിക്കുമെന്ന് ഇവിടം സന്ദർശിച്ച ശേഷം എച്ച് സലാം MLA പറഞ്ഞു. 80 ലക്ഷം രൂപ ചെലവിൽ കലുങ്കും 30 ലക്ഷം രൂപ ചെലവിൽ വാടപ്പൊഴി തീരത്ത് കൽക്കെട്ടും 60 ലക്ഷം രൂപയ്ക്ക് കലുങ്കിന് ഇരുവശവും റോഡും ഉൾപ്പെടെ 1.70 കോടി രൂപ ചെലവിലാണ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം സമീപവാസികളിൽ നിന്ന് ഏറ്റെടുക്കുന്നതിനായി 2.26 കോടി രൂപയും വിനിയോഗിച്ചു. ഇതടക്കം ആകെ 3.96 കോടി രൂപയാണ് നിർമ്മാണ പ്രവൃത്തികൾക്കായി വേണ്ടി വന്നത്. തുടക്കത്തിൽ 6 മീറ്റർ മാത്രമായിരുന്ന കലുങ്ക് സുഗമമായ സഞ്ചാരത്തിന് 10 മീറ്ററാക്കി വീതി വർദ്ധിപ്പിച്ചു. ഇതിന്റെ ഇരുഭാഗത്തേക്കും BMBC നിലവാരത്തിൽ റോഡും പൂർത്തിയാക്കിയതോടെ മണ്ഡലത്തിലെ തീരദേശ ഹൈവേയിലൂടെ സഞ്ചാരം സുഗമമാവും. തീരദേശ റോഡ് വഴിയുള്ള ഗതാഗതത്തിന് വാടപ്പൊഴി കലുങ്ക് നിർമ്മിച്ച് റോഡ് പൂർത്തിയാക്കണമെന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നാട്ടുകാർ എച്ച് സലാമിന് നിവേദനം നൽകിയിരുന്നു. എന്നാൽ റോഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ലഭ്യമാകാതിരുന്നത് പ്രവർത്തികൾ അനിശ്ചിതത്വത്തിലാക്കി. ഇതോടെയാണ് 2.26 കോടി രൂപ ചെലവിൽ റോഡിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്തത്. തുടർന്ന് 2024 മാർച്ചിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. ദീർഘവർഷമായി തീരദേശ ഹൈവേ മുറിഞ്ഞു കിടന്നിരുന്നൊരു ഭാഗമാണ് വാടപ്പൊഴി. ഈ പൊഴിയുടെ ഭാഗത്ത് പാലമില്ലാതെ അക്കരെ ഇക്കരെ പോകാൻ കഴിയുമായിരുന്നില്ല. തീരദേശ ഹൈവേ നേരത്തെ നിർമ്മിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ പാലം വരെ എത്തിയതിന് ശേഷം ഇടയ്ക്കൂടെ ഒരു ചെറിയ വഴിയിലൂടെയാണ് തെക്കോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുമ്പോൾ തെക്കോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. ഇവിടുത്തെ ആളുകളുടെ മാത്രമല്ല, തീരദേശത്തുള്ള മുഴുവൻ മത്സ്യത്തൊഴിലാളികളുടെയും ഏറ്റവും സുപ്രധാനമായൊരു ആവശ്യമായിരുന്നു. ഞാൻ മത്സരിക്കാൻ എത്തുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ട ഒന്നായിരുന്നു വാടപ്പൊഴി ഈ പാലം റോഡും പൂർത്തീകരിക്കണം എന്നുള്ള ആവശ്യം. മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മത്സ്യബന്ധനത്തിന് വെളുപ്പിനെയും മറ്റും പോകാൻ ഏറ്റവും സൗകര്യപ്രദമായ നിലയിൽ ഇത് നിർമ്മിക്കണം എന്ന ആവശ്യം വളരെ ശക്തമായി ഉന്നയിച്ചിരുന്നൊരു പ്രദേശമാണ് ഈ പ്രദേശം. ആ സമയത്ത് ഇലക്ഷൻ്റെ വാഗ്ദാനമായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിലും ചുമതലയേറ്റതിന് ശേഷം ഇത് പൂർത്തീകരിച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമമാണ് നടത്തിയത്. വാടപ്പൊഴി കടലിൽ സംഗമിക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് പാലത്തിന്റെയും റോഡിന്റെയും നിർമ്മാണം പൂർത്തിയായതോടെ സമീപവാസികൾ ഉൾപ്പെടെ നിരവധി നാട്ടുകാരാണ് നിത്യേന ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തുന്നത്. പാലവും റോഡും വൈകാതെ നാടിന് സമർപ്പിക്കുമെന്നും ഇതുവഴിയുള്ള ബസ് സർവീസ് ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും ഇവിടം സന്ദർശിച്ച ശേഷം എച്ച് സലാം MLA പറഞ്ഞു. കൗൺസിലർമാരായ മേരി ലീന, B അജേഷ് എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു.
രണ്ടാം കൃഷിക്കുള്ള നെൽവിത്ത് കർഷകർക്ക് വിതരണം ചെയ്യാൻ കൃഷിവകുപ്പ് തയ്യാറാകണമെന്ന് കോൺഗ്രസ് കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്കം മൂലം രണ്ടാം കൃഷിയുടെ ജോലികൾ താമസിച്ചാണ് കുട്ടനാട്ടിൽ തുടങ്ങിയത്. രണ്ടാം കൃഷി 1 മാസത്തോളം വൈകുമ്പോൾ പുഞ്ചകൃഷിയെയാണ് അത് കൂടുതലായി ബാധിക്കുക. നെല്ലിന്റെ പണം ലഭിക്കാത്ത കർഷകർ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്വകാര്യ ഏജന്റുമാരിൽ നിന്ന് അമിത തുക കൊടുത്ത് വിത്ത് വാങ്ങിക്കേണ്ട അവസ്ഥ സർക്കാർ ഉണ്ടാക്കരുതെന്നും കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ APC പ്രസിഡന്റ് നമുക്കറിയാം, ഒരു നിയോജക മണ്ഡലത്തിലൊന്നോ അല്ലെങ്കിൽ ബ്ലോക്കിലൊന്നോ ആയിരിക്കും. പക്ഷെ ഇത് മഹിളാ കോൺഗ്രസിന്റെ എല്ലാ പഞ്ചായത്തിലും കടന്നാണ് വരുന്നത്. ഇന്നലെ ഏകദേശം 84ാമത്തെ ദിവസമാണ് നടക്കുന്നത്. ഇത് ജനുവരി 4 ആരംഭിച്ചപ്പോൾ എല്ലാ ദിവസവും ഇത് ഇല്ല. ചില ദിവസം പാർലമെന്റുള്ള ദിവസം, മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളില്ല. ഓരോ ദിവസം ഡേറ്റ് വെച്ചാണ് പോകുന്നത്. ഏകദേശം 730-740 മണ്ഡലങ്ങൾ പഞ്ചായത്തുകൾ ഇപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. കുട്ടനാട്ടിന്റെ വെള്ളപ്പൊക്ക സാഹചര്യം പ്രമാണിച്ചാണ് എല്ലാ പഞ്ചായത്തുകളിലൂടെയും പോകാം. പക്ഷെ എല്ലാ പഞ്ചായത്തുകളിലൂടെയും പോകണമെന്നാണ് നിർദ്ദേശിച്ചത്. ഒരു പഞ്ചായത്തിൽ നിന്ന് മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി 10,000 രൂപ കൊടുക്കണമെന്ന് നമുക്ക് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ കുട്ടനാട്ടിന്റെ പ്രത്യേക സാഹചര്യത്തിലാണ് എല്ലാ മണ്ഡലത്തിലും ഇല്ലാത്തത്. സൗത്തിൽ 4 നടക്കുന്നു, നോർത്തിൽ ഇപ്പോൾ നടക്കുന്നു. കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CV രാജീവ് അധ്യക്ഷനായിരുന്നു. DCC ഭാരവാഹികളായ K ഗോപകുമാർ, PT സ്കറിയ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു, മധു ജനാർദ്ദനൻ, നീനു ജോസഫ്, ജോഷി കൊല്ലാറ, മനോജ് രാമമന്ദിരം, G സൂരജ്, AK കുഞ്ചറിയ തുടങ്ങിയവർ സംസാരിച്ചു. വായന വാരാചരണത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി കുറുമ്പനാടം സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അക്ഷരായനം നടത്തി. 5 മുതൽ 9 വരെ ക്ലാസുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് അക്ഷരായനത്തിൽ പങ്കെടുത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ മ്യൂസിയമായ കോട്ടയം അക്ഷരത്തിലേക്കാണ് അക്ഷരായനം സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഭരണഭാഷാ ഉന്നതതല സമിതി അംഗവും ചങ്ങനാശ്ശേരി SB കോളേജ് മലയാള വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ ജെയിംസ് മണിമല അക്ഷരായനം ഉദ്ഘാടനം ചെയ്തു. വായനയെയും ഭാഷയെയും എഴുത്തിനെയും കുറിച്ചുള്ള കുട്ടി സാഹിത്യ പ്രതിഭകളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഡോക്ടർ ജെയിംസ് മണിമല മറുപടി പറഞ്ഞു. കഥയും കവിതകളും എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾ എങ്ങനെ മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തണമെന്നും അതിനാവശ്യമായ ടിപ്സുകളും തൻ്റെ കുട്ടിക്കാലത്തെ വായനാനുഭവങ്ങളും ഡോക്ടർ ജെയിംസ് മണിമല പങ്കുവച്ചു. ആദ്യത്തെ അക്ഷര മ്യൂസിയമാണ്. ഇങ്ങനൊരു സംരംഭം ഇന്ത്യയിൽ ഇല്ലെന്നാണ് പറയുന്നത്. ഇത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് മലയാളമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ലോകത്ത് തന്നെ ഏതാണ്ട് 7000-ഓടടുത്ത് ഭാഷകളുണ്ട്. അതാ കണക്ക്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 7000-ഓടടുത്ത് ലോക ഭാഷകളിൽ ഒന്നാണ് നമ്മുടെ മലയാളം. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോഴുണ്ടല്ലോ 500-ലധികം ഭാഷകളുണ്ട്. 1000-ൽ താഴെ ആളുകൾ മാത്രം സംസാരിക്കുന്ന, 800-ഉം 700-ഉം ഒക്കെ ആളുകൾ മാത്രം സംസാരിക്കുന്ന, വളരെ കുറച്ച് ആളുകളുടെ ഇടയിൽ മാത്രം നിലനിൽക്കുന്ന ഭാഷകളും ഉണ്ട് ഇന്ത്യയിൽ. ഇവിടെ ഊട്ടി എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ. ആ ഊട്ടിയിൽ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അവിടെ പോയിട്ടുള്ളവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഊട്ടി അതേ പലരുടെയും കൈകൾ പോകുന്നുണ്ടോ? ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ അതൊരു കുന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവിടെ പോയിട്ടുള്ളവര്. ഉച്ചയ്ക്ക് ശേഷം നടന്ന സെഷനിൽ കേരളത്തിലെ സാഹിത്യ പ്രവർത്തനത്തിന്റെ ചരിത്ര പഥങ്ങളെക്കുറിച്ചും ഭാഷാ വികസനത്തെക്കുറിച്ചുമുള്ള ഡോക്യുമെന്ററിയും 3D ഷോ പ്രദർശനവും നടന്നു. അക്ഷരോൽപത്തി, മൊഴിയും വരയും ലിപിയും എഴുത്തും അച്ചടിയും തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള വിവിധ ഗാലറികൾ ഗൈഡിന്റെ സഹായത്തോടെ കുട്ടികൾ സന്ദർശിച്ചു. മലയാള ഭാഷയുടെയും ലോകഭാഷയുടെയും വൈവിധ്യങ്ങളെക്കുറിച്ചുമുള്ള ഗാലറികൾ ടച്ച് സ്ക്രീൻ സഹായത്തോടെ കുട്ടികൾ അടുത്തറിഞ്ഞു. പ്രോഗ്രാം കോർഡിനേറ്റർ ജലീല മാത്യു അധ്യക്ഷയായിരുന്നു. അധ്യാപകരായ ബിനു കുര്യാക്കോസ്, ടിജോ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ കാവാലം നാരായണ പണിക്കരുടെ 9ാമത് ഓർമ്മ ദിനം ആചരിച്ചു. കവിയും നാടകാചാര്യനുമായിരുന്ന അന്തരിച്ച കാവാലം നാരായണ പണിക്കരുടെ 9ാമത് സ്മൃതി ദിനം കാവാലത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ആചരിച്ചു. സർദാർ KM പണിക്കർ ദേശീയ വായനശാല, കുട്ടനാട് കലാസാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ അനുസ്മരണ സമ്മേളനം നടത്തി. NSS ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കാവാലം നാരായണ പണിക്കരുടെ ശിഷ്യൻ ഗിരീഷ് സോപാനം അനുസ്മരണ പ്രഭാഷണം നടത്തി. അപ്പോൾ ഇവിടെ വരാനിടയാക്കിയത് ഈ കുരുന്നുകൂട്ടം, ആദ്യത്തെ കുരുന്നുകൂട്ടം പരിപാടിയാണ്. ഞാനിവിടെ വരാനും സാറിന്റെ ഈ കാവാലം എന്താണെന്ന് അതിനുമുമ്പ് കേട്ടിട്ടേ ഉള്ളൂ. നാടകത്തിൽ അഭിനയിക്കുമ്പോഴും കാവാലം എന്ന് പറയുന്നത് മനസ്സിൽ മാത്രമേ ഇവിടെ വന്നിട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ കുരുന്നുകൂട്ടം ആദ്യമായിട്ട് സംഘടിപ്പിക്കുമ്പോൾ വരികയും അതിനുശേഷം ഏകദേശം 10-16 വർഷത്തോളം തുടർച്ചയായിട്ട് ഒരു കുരുന്നുകൂട്ടം പോലും മുടങ്ങാതെ എല്ലാ കുരുന്നുകൂട്ടത്തിലും അധ്യാപകനായി
വരാനുള്ള ഭാഗ്യം സിദ്ധിച്ച ആളാണ് ഞാൻ. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സാറിന്റെ സ്മൃതി ദിനത്തിൽ സാറിന്റെ ഓർമ്മകൾ ചുറ്റി നടക്കുന്ന ഈ മണ്ണിൽ എത്താൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സത്യദാസ്, കുട്ടനാട് കലാസാഹിത്യ പഠന ഗവേഷണ കേന്ദ്രം സെക്രട്ടറി കെ സജി, സർദാർ KM പണിക്കർ ദേശീയ വായനശാല സെക്രട്ടറി MA ജോസഫ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് പ്രിയ, അധ്യാപകൻ സന്ദീപ്, വിദ്യാർത്ഥി പ്രതിനിധി ഗായത്രി JN എന്നിവർ സംസാരിച്ചു. കാവാലം ഗവൺമെന്റ് UP സ്കൂളിൽ ഹെഡ്മിസ്ട്രസ് വിനീത, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷാകർത്താക്കൾ എന്നിവർ കാവാലം നാരായണ പണിക്കരുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. കാവാലം സൺ സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി സത്യദാസ് ഉദ്ഘാടനം ചെയ്തു. ഗിരീഷ് സോപാനം മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അജിത പ്രതീഷ്, സ്കൂൾ പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് അംബിക പണിക്കർ എന്നിവർ സംസാരിച്ചു. ദീപപ്രകാശനവും പുഷ്പാർച്ചനയും നടന്നു. ഇനി ഇടവേള. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. തലവടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHS വിഭാഗം NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. യോഗ ഇൻസ്ട്രക്ടർ നിഷ ലക്ഷ്മി പരിശീലന ക്ലാസ് നയിച്ചു. അവരെ മനസ്സുകൊണ്ട് നമസ്കരിക്കാം. നമ്മുടെ ഗുരുക്കന്മാരെ വന്ദിച്ച് വിശ്വാസപ്രകാരമുള്ള ശക്തിയെ പ്രാർത്ഥിച്ച് കൈകൾ നന്നായി കൂട്ടിത്തിരുമി ആ ചൂട് കണ്ണുകളിലേക്ക് പകരാം. കൈയൊരൽപ്പം അകറ്റി കണ്ണുകൾ ചിമ്മി തുറന്ന് കൈക്കുമ്പിളിലേക്ക് നോക്കി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സുജ PR, NSS പ്രോഗ്രാം ഓഫീസർ B ശ്രീരഞ്ജിനി, അധ്യാപകരായ ജോമോൻ ജോസഫ്, B സുരാജ്, സ്നേഹ T അലക്സാണ്ടർ, J രഞ്ജിത് കുമാർ, V രാജലക്ഷ്മി എന്നിവരും NSS വോളണ്ടിയർമാരും പങ്കെടുത്തു. ആലപ്പുഴയിലെ റേഡിയോ നെയ്തലും തിയോച്ചൻ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ജൂൺ 29-ന് ലോക മത്സ്യത്തൊഴിലാളി ദിനാഘോഷം സംഘടിപ്പിക്കുന്നു. ആലപ്പുഴ പാം ബീച്ച് റിസോർട്ടിൽ നടക്കുന്ന പരിപാടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പുരസ്കാര വിതരണവും നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. കാരണം അടുത്ത ഞായറാഴ്ച 29-ാം തീയതി ലോക മത്സ്യത്തൊഴിലാളി ദിനമാണ്. അപ്പോൾ ആ ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴയിലെ പല ഭാഗങ്ങളിലും ഞങ്ങളൊരു അന്വേഷണമൊക്കെ നടത്തിയിട്ട് ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് വളർന്ന് ഉന്നതമായ നിലയിലേക്ക് വളർന്നിട്ടുള്ള കുറച്ച് പേരെ തിരഞ്ഞെടുത്ത് ആ ദിനം ഞങ്ങൾ അവർക്കൊരു പുരസ്കാരമൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആഘോഷ പരിപാടികൾ നടക്കുന്നത് റോയ് P തിയോച്ചൻ്റെ അവിടെയുള്ള പാം ബീച്ച് വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനവും ഈ പുരസ്കാര ദാനവുമൊക്കെ നടത്തുന്നത് നമ്മുടെ ഫിഷറീസ് മിനിസ്റ്ററാണ്, ബഹുമാനനായ സജി ചെറിയാൻ സാറാണ്. ആ സമ്മേളനത്തിൽ ആലപ്പുഴ രൂപതയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ അഭിവന്യനായ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവ് അധ്യക്ഷത വഹിക്കും. പിന്നെ റോയി P തിയോച്ചനാണ് അതിന് ആശംസ പറയുന്നത്. അതോടൊപ്പം ആലപ്പുഴയുടെ ADM ആശ എബ്രഹാം മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിച്ചേരുന്നുണ്ട്. സമ്മേളനോദ്ഘാടനവും പുരസ്കാര വിതരണവും ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. ആലപ്പുഴ രൂപതാധ്യക്ഷൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും. ADM ആശ C എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്നും കഠിനമായി അധ്വാനിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ മത്സ്യത്തൊഴിലാളികൾക്ക് പുരസ്കാരം നൽകി ആദരിക്കും. ഫാദർ സേവ്യർ കുടിയാംശ്ശേരി, റോയ് P തിയോച്ചൻ, ഗർഷോം രാഹുൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചു. യുവാവ് സഞ്ചരിച്ച ജീപ്പ് തോട്ടിൽ വീണു. കോതമംഗലത്ത് നിന്നും ആലപ്പുഴ പുന്നമട ഭാഗത്തേക്ക് പോയ വാഹനമാണ് തലവടിക്ക് സമീപം തോട്ടിൽ വീണത്.
കോതമംഗലത്തു നിന്നും ആലപ്പുഴ പുന്നമട ഭാഗത്തേക്ക് പോയ ബോണി എന്നയാളുടെ ജീപ്പാണ് വഴിതെറ്റി തലവടി കൊച്ചമ്മനം തോട്ടിൽ വീണത്. കഴിഞ്ഞ ദിവസം രാത്രി 8:45 സംഭവം. MC റോഡിൽ നിന്ന് പൊടിയാടി വഴി അമ്പലപ്പുഴ ഭാഗത്തേക്ക് സഞ്ചരിച്ച വാഹനത്തിനാണ് കൊച്ചമ്മനം റോഡിലൂടെ കടക്കാൻ ഗൂഗിൾ മാപ്പ് നിർദ്ദേശം നൽകിയത്. ഗൂഗിൾ നിർദ്ദേശത്തെ തുടർന്ന് വഴിയറിയാതെ ഇടറോഡിലൂടെ സഞ്ചരിച്ച് തോട്ടിൽ വീഴുകയായിരുന്നു. ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ബോണി പുന്നമട ഭാഗത്തേക്ക് പോയത്. ഓടിക്കൂടിയ നാട്ടുകാർ യുവാവിനെ കരയ്ക്കെത്തിച്ചു. മാന്നാർ പുത്തൻപള്ളിയിലെ 62ാമത് ആണ്ടുനേർച്ചയും സ്വലാത്ത് വാർഷികവും ദുവാ സമ്മേളനവും വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാന്നാർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ. ആണ്ടുനേർച്ചയുടെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് മാന്നാർ പുത്തൻപള്ളി ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി ആത്മീയ പ്രഭാഷണം നടത്തും. ശനിയാഴ്ച വൈകിട്ട് 6:30 മുതൽ സ്വലാത്ത് വാർഷികവും ദുവാ സമ്മേളനവും നടക്കും. പുത്തൻപള്ളി ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി, അസിസ്റ്റന്റ് ഇമാം ഷഹീർ ബാഖവി, സയ്യിദ് അലിയാർ അൽ ബുഖാരി തങ്ങൾ എന്നിവർ പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകും. അന്നദാനത്തോടെ ചടങ്ങുകൾ സമാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 62 വർഷങ്ങൾ ആയി നടന്നു വരുന്ന ഒരു മഹത്തായ ആണ്ടുനേർച്ച, ഇദ്ദേഹത്തിൻ്റെ ആണ്ടുനേർച്ച ആണ്. അതായത് അസ്രത്ത് സയ്യിദ് മുഹമ്മദ് ഒരുപാട് തങ്ങൾ ഉൾപ്പെടെ ആണ്ടുനേർച്ച ഈ സലാത്ത് വാർഷികവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം. ജൂൺ 25 വെള്ളിയാഴ്ച വൈകിട്ട് 7 മുതൽ നസീഹത്ത് പ്രഭാഷണം ബഹുമാനപ്പെട്ട സഹലബത്ത് ദാരിമി ചീഫ് ഇമാം മാന്നാർ പുത്തൻപള്ളി അവരുടെ ദീനി പ്രഭാഷണം നടത്തുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 7:30 മുതൽ സലാത്ത് വാർഷികവും ദുആ സമ്മേളനവും നടക്കുന്നതാണ്. അതിന് നേതൃത്വം വഹിക്കുന്നത് സയ്യിദ് അലിയാർ അൽ ബുഖാരി മണ്ണാർക്കാട് തങ്ങളാണ് അതിന് നേതൃത്വം വഹിക്കുന്നത്. ഭേദമന്യേ നിരവധി ആളുകൾ ദിവസേന നേർച്ച വഴികൾ നടത്തി ആഗ്രഹ സൗകര്യത്തിനും രോഗശമനത്തിനും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന മഹാനറിവുകളുടെ ആണ്ടുനേർച്ചയാണ് നടക്കുന്നത്. ദിവസവും വൈകിട്ട് 4-ന് ശേഷം തങ്ങളുപ്പാപ്പയുടെ മഖാം സിയാറത്തും കൂട്ടപ്രാർത്ഥനയും ഉണ്ടായിരിക്കും. മാന്നാർ മുസ്ലിം ജമാഅത്ത് അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹികളായ NA അബ്ദുൾ റഷീദ്, AK മിർസാദ്, PMA ഷുക്കൂർ, അബ്ദുൽ കലാം തറയിൽ പള്ളത്ത്, ഷിയാദ് ബ്രദേഴ്സ്, സബ് കമ്മിറ്റി കൺവീനർ സുലൈമാൻ കുഞ്ഞ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി കൊണ്ടോടി വെട്ടിക്കാട് കുടുംബയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനം ആചരിച്ചു. കുടുംബയോഗം പ്രസിഡന്റ് ഡോക്ടർ സക്കറിയാസ് പോളച്ചെറിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കുടുംബയോഗം സെക്രട്ടറി വിനോദ് വെട്ടിക്കാട് വായനാ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരം നടത്തി. പ്രസിഡന്റ് ഡോക്ടർ സഖറിയാസ് പോളച്ചിറ സമ്മാനദാനം നിർവഹിച്ചു. PM മാത്യു വെട്ടിക്കാട്, ജോഷി കൊല്ലാപുരം, ജൂന ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 9,070 രൂപ, പവന് 72,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്ത വിദ്യാർത്ഥികൾ. സമൂഹവും ഭരണ സംവിധാനവും ഒറ്റക്കെട്ടായി പുതുതലമുറയെ ലഹരിയിൽ നിന്നും സംരക്ഷിക്കണമെന്ന് PP ചിത്തരഞ്ജൻ MLA. ശക്തമായ കാറ്റിലും പേമാരിയിലും വ്യാപക നാശനഷ്ടം. തലവടിയിൽ മരം വീണ് വീടുകൾ തകർന്നു. രണ്ടാം കൃഷിക്കുള്ള നെൽവിത്ത് കർഷകർക്ക് വിതരണം ചെയ്യാൻ കൃഷിവകുപ്പ് തയ്യാറാകണമെന്ന് കോൺഗ്രസ് കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.